ഇന്ന് 49ാമത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. 7500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഇന്ത്യയുടെ തീരദേശം സംരക്ഷിക്കുക എന്ന കടമയാണ് കോസ്റ്റ് ഗാർഡിനുള്ളത്. അറിയാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വിശേഷങ്ങൾ. അറുപതുകളിൽ കടൽ മാർഗമുള്ള കള്ളക്കടത്ത് ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ സമയത്താണ് അതിന് തടയിടുന്നതിനായി ഒരു സേന ആവശ്യമാണെന്ന് നാഗ് ചൌധരി കമ്മിറ്റി കണ്ടെത്തുന്നത്. ഈ ദൗത്യത്തിനായി 1973 ഇന്ത്യൻ നാവികസേനാംഗങ്ങളെ നിയമിച്ചെങ്കിലും സൈനികേതരമായ ഒരു സേന ഇതിനാവശ്യമാണെന്ന് അന്നത്തെ നാവികസേനാ മേധാവി അഡ്മിറൽ സുരേന്ദ്രനാഥ് കോഹ്ലി സർക്കാരിനെ അറിയിച്ചു. തുടർന്ന് രൂപീകരിച്ച KF റസ്തംജി കമ്മിറ്റി 1975 കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. ഫെബ്രുവരി 1 2 ഫ്രിഗേറ്റുകളും 5 പെട്രോൾ ബോട്ടുകളുമായാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് തീരസംരക്ഷണ സേനയിൽ 178 പെട്രോൾ കപ്പലുകളും 77 ഡോണിയർ വിമാനങ്ങളും 14 ഹോവർക്രാഫ്റ്റുകളും 200ഓളം ഹെലികോപ്റ്ററുകളും 2000-ലധികം ചെറുബോട്ടുകളുമുണ്ട്. കടൽ മാർഗമുള്ള കള്ളക്കടത്ത് തടയൽ, കടൽ സമ്പത്ത് സംരക്ഷിക്കൽ, മത്സ്യത്തൊഴിലാളികളുടെയും നാവികരുടെയും സംരക്ഷണം, അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങി നിരവധി ചുമതലകളാണ് കോസ്റ്റ് ഗാർഡിനുള്ളത്. 580 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള കേരളത്തിന്റെ തീരപ്രദേശത്തും കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം ശക്തമാണ്. റിസർച്ച് ഡെസ്ക് 24.